ഗുഡ് മോർണിംഗ് എവരി വൺ. അങ്ങനെ നമ്മുടെ വർക്കല ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രാവിലെ തന്നെ എണ്ണീറ്റ് എന്തിനാന്ന് വെച്ചാൽ സൺറൈസ് കാണാൻ വേണ്ടി. പക്ഷെ മഴ കതിച്ചു. പക്ഷെ കുഴപ്പമില്ല, എന്നാൽ പോലും നമ്മുടെ കൊല്ലം എന്ത് രസമാണ് അല്ലെ. നിങ്ങളിത് കണ്ടു നോക്ക്. രാവിലെ സൂര്യോദയം കാണുമെന്ന് വിചാരിച്ച എനിക്ക് അത് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കൊല്ലം എനിക്ക് സമ്മാനിച്ചത് അതിലും ഏറെയാണ്. സൂര്യോദയവും മാത്രമല്ല, ഇവിടുത്തെ തീരങ്ങൾക്ക് അതിലേറെ കാഴ്ചകളുമുണ്ട്. ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന കുറേ മത്സ്യത്തൊഴിലാളികളും അവരുടെ ബോട്ടുകളും അതുപോലെ തന്നെ തിരമാലകളും. ആ സമാധാനത്തിൻ്റെ ആ ഒരു തിരമാലയുടെ സൗണ്ട് മാത്രമേ നമുക്കിവിടെ കേൾക്കത്തുള്ളൂ. അത്രയും പീസ്ഫുൾ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. പക്ഷേ കൊല്ലത്തിന് തരാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നേരെ ഇനിയിപ്പോൾ കഴിക്കാൻ പോകും. ഓക്കെ, ഹലോ എവരി വൺ. സോ ഞാനിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ഷെഫ് പിള്ളയുടെ യുണൈറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ കടയിലോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കൊല്ലത്ത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അത് കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യണമെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് വന്നേക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമ്മുടെ ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ഐറ്റമായ ഫിഷ് നിർമ്മാണം ഞാനും കഴിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അതങ്ങനെ അങ്ങ് സാധിച്ചു. അതേ പറഞ്ഞാൽ ഇതൊരു ക്രീമി ഫ്ലേവർ, ഭയങ്കര രുചി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചത്, നമ്മൾ ഹോപ്പ് നോക്കും, നമ്മൾ വിചാരിക്കുന്നത് ഇത്ര വേണം, പക്ഷെ അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു. അത്ര അടിപൊളി അതൊരു പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ. പിന്നെ ഞാൻ അവരുടെ ട്രൈ ചെയ്തത് ഉണ്ണിയപ്പം ഫലൂടയായിരുന്നു. നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഒരു ത്വര കൂടുതലാണല്ലോ, അതിൻ്റെ പുറത്ത് കയറി പെട്ടതാണ്. സത്യം പറഞ്ഞാൽ വലിയ ഇതില്ല, ഓക്കെ എന്ന് വേണം പറയാം. നമ്മളടുത്ത് ആൽമണ്ട് മിൽക്കൊക്കെ ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്കങ്ങനെ വലിയ രസമായിട്ട് അത് തോന്നിയില്ല. അപ്പോൾ നമുക്കിനി നേരെ ജഡായിപ്പാറയിലേക്ക് പോകാം. ഹലോ എവരി വൺ. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടെന്ന്. അത് മറ്റെങ്ങും അല്ല, ജഡായു എന്ന് പറഞ്ഞ ഒരു, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഒരു പരുന്ത് പോലെ തിരിഞ്ഞ് കമന്ന് കിടക്കുന്നൊരു സാധനം. അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, നീ ഇപ്പോൾ എവിടെ? ഞാൻ പറഞ്ഞു, എടാ മറ്റേ ജഡായു ഇല്ല, അവൻ അറിയത്തില്ല ഏതാ ജഡായു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ മറ്റേ പരുന്ത് തലയും കുത്തി കിടക്കുന്ന. എൻ്റെ കൂടെ ബില്ലിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ പേര് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ കേട്ടിട്ട് ചിരിക്കുമായിരുന്നു അവിടെ. എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കെന്നെ അറിയത്തില്ല. കാരണം നമ്മൾ ഭയങ്കര ക്യൂ ആട്ടോ, ഭയങ്കര ക്യൂ ആണ്. കാരണം എങ്ങനെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാലും നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് കാരണം എങ്ങനെ പോയാലും നമ്മളെല്ലാവരും ക്യൂ നിൽക്കേണ്ടി വരും. കൂടുതലും ഞാനിവിടെ കണ്ടിട്ടുള്ളത് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മളൊക്കെ ഇവിടെ അടുത്തുണ്ടായിട്ട് ഇത് പോയി കാണാത്തെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഇതാ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഇപ്പോൾ കേബിൾ കാറാണ്, അല്ലെങ്കിൽ റോപ്പ് വേ. കാരണം അമ്മയ്ക്ക് നടക്കാൻ വയ്യെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ കേബിൾ കാറാണെങ്കിൽ ഇങ്ങനെ നിർത്തത്തില്ല, പതിയെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങണം. അപ്പോൾ അത് കണ്ട് അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കുക. ഇനി അമ്മക്ക് എങ്ങനെയാണെന്ന്. നമുക്കും അതുപോലെ തന്നെയാണ്, കയറുമ്പോഴും ചാടി കയറണം. അമ്മയ്ക്ക് ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ മൊത്തം ഒരു അഡ്വഞ്ചർ ട്രിപ്പാണിത്. ഈ ചിരി കണ്ടോ, കൊള്ളാമല്ലേ? വെറുതെ ഫുൾ അഭിനയം, പേടിച്ച് വിറച്ചിരിക്കുക. വിളിക്കാൻ ഇനി ദൈവങ്ങളൊന്നും ബാക്കിയില്ല, അറിയാമോ? അങ്ങനെ അമ്മ പ്രാർത്ഥിച്ച ഒരു വിധത്തിൽ പേരിലെത്തിച്ചു. നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു ഇതുണ്ടായിട്ട് നമ്മൾ വരാതിരിക്കില്ലേ. കാരണം ഓർക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്നും പല സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിസ് ചെയ്യില്ല ഒരിക്കലും. ഇവിടെ ഒരു പ്രത്യേക നല്ലൊരു ആംബിയൻസും കൂടാണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടാണ്, പ്ലസ് ഇതും കൂടെ കാണാനും പറ്റും. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് പ്രോഗ്രാംസൊക്കെ നടത്താം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ DJ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പ്. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ്സൊക്കെ നോക്കിയൊക്കെ വരുവാണെങ്കിൽ അതും അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ വരിക. പ്രായമുള്ളവർക്കൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് ഇതുണ്ട്, കേബിൾ കാറുണ്ട്. അപ്പോൾ നമുക്ക് അതേ കയറിയാണെങ്കിലും വരാം. അതല്ലാത്തവർക്ക് നമുക്ക് നടന്ന് കയറണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറായിട്ട്, അതായത് ഹൈക്കിങ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്നും വരാൻ 325 എന്തേ ഉള്ളൂ. അല്ലാത്തവർക്ക് 555 സംതിങ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നോക്കിയൊക്കെ വരിക. നല്ലൊരു ഇതാണ് ഞാൻ നോക്കിയിട്ട്. കാരണം നമുക്ക് കുറേ നേരം ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം നല്ലതാണ് സത്യം പറഞ്ഞാൽ.
അങ്ങനെ ഞങ്ങൾ റോപ്പ് വേ വഴി തന്നെ തിരിച്ച് നേരെ താഴെ വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവർ ഫോട്ടോസ് എടുത്തൊക്കെ നമുക്ക് വേണേൽ കളക്ട് ചെയ്യാം. ഇവിടെ കിഡ്സിന് വേണ്ടിയുള്ള ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ മേളിൽ ജഡായു പാറയിലാണെങ്കിൽ തന്നെ നമുക്ക് അകത്ത് 6D ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബേർഡിന് എന്ത് പറ്റി എന്നുള്ളത് ആ സ്റ്റോറിയൊക്കെ കാണിക്കും. ഇവിടെ പിന്നെ 12D റൈഡർ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ. ഇതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഈ യാത്രയിൽ നിന്ന് നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. കാരണം നമ്മൾ കൂട്ടുകാരായിട്ട് എവിടെയൊക്കെ പോകുന്നു അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും അവരുമായിട്ട് പോകണം. കാരണം നമ്മുടെ പലരുടെയും നല്ല ഭാവിക്ക് വേണ്ടി അവർ ഒത്തിരി സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ അവരുമായിട്ട് ഒന്ന് പുറത്തു പോകാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് കൊല്ലത്തെ പറ്റിയാണ്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങളാണ് എനിക്ക് കൊല്ലത്തുനിന്ന് കിട്ടിയത്. ഒരുപാട് ഓർമ്മകളും നല്ല കുറേ നിമിഷങ്ങളും എൻ്റെ വീട്ടുകാരൊപ്പം എനിക്ക് കൊല്ലം സമ്മാനിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കത്തുമില്ല. അതുപോലെ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും മറ്റൊരു യാത്രയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരത്തേക്കും എല്ലാവർക്കും ബൈ.